എല്ലാവർക്കും റെസിപ്പി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കുക്കുംബർ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. എങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സലാഡ് കുക്കുംബറാണ്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള കുക്കുംബർ എടുത്ത് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത ശേഷം ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സലാഡ് കുക്കുംബർ ആയതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള കുരു ഒന്നും റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഐസ് ട്രേയിലൊഴിച്ച് ക്യൂബ്സ് ആക്കി മാറ്റിയെടുത്ത പാലാണ്. ഞാൻ 1 കപ്പ് പാലെടുത്ത് ഐസ് ട്രേയിലൊഴിച്ച ശേഷമാണ് ഇതിങ്ങനെ ക്യൂബ്സ് ആക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഞാനിവിടെ ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ വാനില എസൻസ് ആണ് എടുത്തിരിക്കുന്നത്. എനിക്കതാണ് കുറച്ചുകൂടി സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു മിക്സർ ജാർ എടുത്ത ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറെല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര കൂടി അതിലേക്ക് ചേർക്കാം. ഈ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാം. പഞ്ചസാരയ്ക്ക് പകരം തേൻ യൂസ് ചെയ്താലും മതി. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കണം. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മിൽക്കിൻ്റെ ക്യൂബ്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിൽക്കിൻ്റെ ക്യൂബ്സ് നമ്മൾ ഏറ്റവും അവസാനം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമേ തന്നെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വെള്ളമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഏറ്റവും അവസാനം എടുത്ത് ഈ മിക്സിയിലേക്ക് ചേർക്കുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് എടുത്ത് ചേർത്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല ഹൈ സ്പീഡിലിട്ടൊന്ന് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പേരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കഴിയുമെങ്കിൽ എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നത്തെയും പോലെ തന്നെ പറയുന്നു, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതെനിക്ക് വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്